എൻ്റെ പേര് മുഹമ്മദ് ഫസൽ. സ്വദേശം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്. ഏകദേശം 25 വർഷമായിട്ട് ദുബൈയിൽ ബിസിനസ് ചെയ്യണം. ആദ്യത്തെ ഒരു 7 വർഷങ്ങൾ വർക്ക് ചെയ്യുകയായിരുന്നു. പിന്നെ 2007 ഞാൻ ബിസിനസ് ആരംഭിച്ചു. സത്യത്തിൽ ഈ പ്രോഗ്രാമിനെ പറ്റി ഞാൻ അറിഞ്ഞപ്പോഴും ഇതിന് വരുമ്പോഴും BI, അതായത് ബിസിനസ് ഇമ്മേഴ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലേക്ക് മുഴുകുകയാണല്ലോ, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ നിമജ്ജനം ചെയ്യുക എന്നൊക്കെയാണ് ഇമ്മേഴ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ കരുതിയത് ഇത് തീർത്തും ഒരു ഫോർമലായിട്ടുള്ള ഒരു എന്താ പറയുക മസിലൊക്കെ പിടിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കുമെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ തികച്ചും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ ബിസിനസ്, നമ്മുടെ പേഴ്സണൽ ഹെൽത്ത്, ഈ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു നല്ല ഒരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഏതാണ്, നമ്മൾ പോകേണ്ട വഴി ഏതാണ്, ഇതിനെപ്പറ്റി വ്യക്തമായൊരു കാഴ്ചപ്പാട്, ഒരുപാട് ഇൻസൈറ്റുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വരുന്ന ആളുകൾ സമൂഹത്തിൻ്റെ പല തട്ടിലുള്ള ആളുകളാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ആളുകളുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ബിസിനസ്സിലൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവരിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് വലിയൊരു അനുഭവ സമ്പത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇതുവരെ ചെയ്തത് ബിസിനസ് അല്ല, ഞാൻ ഇതുവരെ ചെയ്തത് എൻ്റെ ഒരു വരുമാന മാർഗം, അല്ലാതെ ആ ഒരു ബിസിനസ്സിനെ ഞാൻ സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് മിഷനും ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വരുന്നവരെ എനിക്ക് വിഷൻ എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ വിഷൻ ആവേണ്ടത്, ഞാൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു വിഷൻ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ മിഷൻ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ മിഷൻ എങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മിഷൻ എങ്ങനെ എൻ്റെ ബിസിനസ് ക്ലയൻറ്റിൻ്റെ അടുത്ത് മറ്റുള്ളതിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള ഒരു വ്യക്തമായ ധാരണ എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ കമ്പനിയിൽ ഏകദേശം 10-30 പേരുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതൊരിക്കലും ആ ഒരു സ്ട്രീം ലൈൻ എനിക്ക് കിട്ടിയിരുന്നില്ല. അതായത് ഈ വർക്ക് പ്രോസസ്സ്, മറ്റുള്ള കാര്യങ്ങൾ, വർക്ക് ഫ്ലോ, JD, ഇതിനെപ്പറ്റിയൊന്നും വ്യക്തമായൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ബിസിനസ് എങ്ങനെ സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും, നമ്മുടെ വർക്ക് A to Z കാര്യങ്ങൾ എങ്ങനെ സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു എംപ്ലോയി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ, കമ്പനിയുടെ ഓപ്പറേഷനെ ബാധിക്കാത്ത രീതിയിൽ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു ധാരണ എനിക്ക് വ്യക്തമായി കിട്ടി. പിന്നെ ഇതൊരു എല്ലാ സമയം സീരിയസ് ആയ ചർച്ചകളൊന്നുമല്ല. ഇതിൻ്റെ ഒരു പാറ്റേൺ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. വളരെ ജോളിയായി ഇതിൻ്റെ കോച്ച് ഡോക്ടർ അബ്ദുസലാം ഉമർ, അദ്ദേഹം കാര്യങ്ങൾ നമ്മളിലേക്ക് കൺവേ ചെയ്യുന്ന രീതി നമ്മളറിയാതെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരാൾ നമ്മുടെ ബിസിനസ്സിനെ പറ്റി നമ്മളെ ഉപദേശിക്കുകയാണ് എന്ന തോന്നലില്ലാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം കൺവേ ചെയ്യുന്ന രീതി വളരെ രസകരമാണ്. നമുക്കൊരിക്കലും ഒരു ബോറിങ്ങോ, കാരണം നമ്മളൊക്കെ അധികം ഇവിടെ വന്ന ആളുകളൊക്കെ എബോവ് 40 ആണ്. അപ്പം നമ്മൾ ഒരു സീരിയസ് ആയ ഒരു ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാലൊക്കെ ഈ പ്രായത്തിൽ നമുക്കൊരിക്കലും ആ ഒരു ശ്രദ്ധ കിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഫോർമാറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും എന്തൊക്കെ മാറ്റങ്ങൾ വരണം, നമ്മുടെ ഹെൽത്ത് എത്രത്തോളം പ്രാധാന്യമാണ്, നമ്മുടെ ഫാമിലി എത്ര പ്രാധാന്യമാണ്, നമ്മുടെ ഫാമിലിക്ക് നമ്മൾ ക്വാളിറ്റി ടൈംസ് എങ്ങനെ കൊടുക്കണം, മക്കളുമായി എങ്ങനെ വേണം, നമ്മുടെ പാരൻസുമായിട്ട് നമ്മൾ എങ്ങനെ വർത്തിക്കണം, ഇതിനെപ്പറ്റിയുള്ള നമുക്ക് കുറേ മിസ്സിങ് കാര്യങ്ങളുണ്ടായിരുന്നു. മിസ്സിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ മിസ്സിങ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ധാരണ കിട്ടി. എന്തായാലും എല്ലാ ബിസിനസ്സുകാരും ഈ ഒരു അനുഭവം, ഇതൊരു കോഴ്സല്ല,
ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം, അവർ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ഇത് വേണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ബിസിനസ് ഇമ്മേഷൻ കോഴ്സ് എൻ്റെ ലൈഫിൽ, എൻ്റെ ബിസിനസ്സിൽ തീർച്ചയായും ഒരു ഗെയിം ചേഞ്ചർ റോളിലാവും ഉള്ളത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.